ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ പുള്ളി മൈക്കിൾ ജാക്സനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. മൈക്കിൾ ജാക്സനെ നേരിട്ട് കണ്ട ആളാണ്. ഇതാണ് ഞാൻ എഴുതിയ ദി ഗ്രേറ്റ് ഇന്ത്യൻ ഹിച്ച് ഹൈക്ക് എന്ന് പറഞ്ഞ പുസ്തകം. നിങ്ങൾ പലരും ഈ പുസ്തകം കണ്ടു കാണും. അപ്പോൾ ഈ പുസ്തകത്തിൽ ലണ്ടൻകാരൻ ഗാരി എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഇതാണ് ആ കഥ. ഗാരി എന്ന് പറഞ്ഞൊരു സായിപ്പാണ് ലണ്ടനിൽ നിന്ന് വന്ന. ഈ കഥാപാത്രത്തിനെ പറ്റിയുള്ള ചില വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പുസ്തകത്തിൽ എഴുതാത്ത കാര്യങ്ങളുമാണ്. ഈ ബുക്കിൽ പുള്ളിയുടെ കുറേ കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ആ കഥയിൽ. അതിൽ കൂടാണ്ട് അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ പുള്ളി മൈക്കിൾ ജാക്സനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. മൈക്കിൾ ജാക്സനെ നേരിട്ട് കണ്ട ആളാണ് ഈ ഗാരി എന്ന് പറഞ്ഞ സാഹിബ്. പുള്ളിയുടെ കഥയാണ് ഞാനിതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ബുക്കിൽ പറഞ്ഞ പോലെ തന്നെ കളരിയിൽ, അതായത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ENS കളരി, നെട്ടൂരുള്ള കളരിയിൽ ഞാൻ ചെറുപ്പം പോലെ പോകുന്നുണ്ട്, കളരി അഭ്യസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിദേശികൾ ഉൾപ്പെടെ പല പല മേഖലയിലെ പല പല ആളുകൾ ഈ പണ്ട് പോലെ ഈ കളരി പഠിക്കാൻ വരും. അപ്പം ഞാൻ വളർന്നതും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു. അതായത് പല 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 ഏരിയകളിൽ എക്സ്പെർട്ടീസ് ഉള്ള ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ കോഴ്സിന് വേണ്ടി പഠിക്കാൻ വേണ്ടി വന്ന ഒരാളാണ് ഈ ഗാരി സാഹിബ്. പുള്ളി എന്ന് പറയുന്നത് ഭയങ്കര നീല കളറിൽ പൂച്ച കണ്ണൊക്കെ ഉള്ള ബ്ലോണ്ട് മുടിയൊക്കെ ഉള്ള ഒരാളാണ്. പക്ക ഒരു ലണ്ടൻകാരൻ. പുള്ളി അവിടെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ആശാനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനും പഠിപ്പിക്കുന്നുണ്ട് പുള്ളീനെ. തടയൊക്കെ പഠിപ്പിക്കും രാവിലെ എല്ലാ ദിവസവും ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ തുടങ്ങി. അപ്പോൾ വേറെ അതിൻ്റെ ബുക്കിൽ ചേർത്തുള്ള കുറേ രസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കിവിടെ രാവിലെ വെളുപ്പിന് 5:30 നമുക്ക് കേരളത്തിൽ ജീവിച്ചവർക്ക് വെളുപ്പിനുള്ള തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. പക്ഷേ പുള്ളിക്ക് അവിടുത്തെ തണുപ്പ് വെച്ച് നോക്കുമ്പോൾ അതൊന്നും ഒന്നുമല്ല. അതായത് ലണ്ടനിൽ നിന്ന് -° തണുപ്പിൽ നിന്ന് പറഞ്ഞ ഒരാൾക്ക് ഇവിടുത്തെ ഈ തണുപ്പൊന്നും ഒന്നുമല്ല. അപ്പം ഞാൻ രാവിലെ മടി പിടിച്ചിങ്ങനെ വെളുപ്പിന് വരുമ്പോൾ തന്നെ പുള്ളി ഇതൊക്കെ എന്ത് തണുപ്പ്, കോൾഡ് ഈസ് ലണ്ടൻ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ട്രെയിനിങ് ഒക്കെ തുടങ്ങി. ഞങ്ങൾ നല്ല കൂട്ടായി, ഞങ്ങൾ നല്ല കണക്റ്റായി പോയി. അപ്പം ഇതൊക്കെ ആ സമയത്ത് അവിടെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ പോലും ഇതൊന്നും ശ്രദ്ധിക്കണില്ല, ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. അതായത് ഞങ്ങൾ പല പല ലോകകാര്യങ്ങളും പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമ്പനിയായി. പല ലോകകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും അങ്ങനെ അങ്ങനെ. അപ്പോൾ അതിലൊന്നാണ്, ഇപ്പം ഞാൻ പണ്ട് പോലെ മൈക്കിൾ ജാക്സന്റെ ഭയങ്കര ഫാനാണ്. ഇപ്പം നിങ്ങൾക്ക് എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ പണ്ട് പോലെ മൈക്കിൾ ജാക്സന്റെ എല്ലാ പാട്ടുകൾ മാത്രമല്ല എല്ലാ ഡീറ്റെയിൽസും, പുള്ളിയുടെ ബയോഗ്രഫി, ഇങ്ങനത്തെ പല ഇൻഡെപ്തിലെ പല കാര്യങ്ങളൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ മൈക്കിൾ ജാക്സന്റെ കാര്യം പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര കണക്റ്റായി. അപ്പോൾ പുള്ളി ഇത് എക്സ്പെക്ട് ചെയ്യണില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, പുള്ളി നോക്കുമ്പോൾ നമ്മളൊരു പയ്യൻ, അതായത് ഇവിടുത്തെ ഒരു കേരളത്തിൻ്റെ ഒരു മൂല കിടക്കുന്ന ഒരു പയ്യൻ, ഇവൻ ഇത്ര ഇൻഡെപ്തിൽ ഇതൊക്കെ എങ്ങനെ അറിയാമെന്നുള്ളൊരു കാര്യത്തിൽ പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, മൈക്കിൾ ജാക്സന്റെ പാട്ടൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഇങ്ങനെ ഭയങ്കര ഇഷ്ടമെന്ന് പറയുമ്പോൾ പുള്ളി ഇങ്ങനെ എന്നാ പരീക്ഷിക്കണ രീതിയിൽ വയ്ക്കണേ. അതായത് സാധാരണ എല്ലാവരും ഇപ്പോൾ ബീറ്റ് ഇറ്റ്, ത്രില്ലർ, ബില്ലി ജീൻ, മൈക്കിൾ ജാക്സന്റെ ഇങ്ങനത്തെ പോപ്പുലർ ഉള്ള പാട്ട് എല്ലാവരും കേട്ടാണ്. പുള്ളി എൻ്റെ അടുത്ത് കേൾക്കുന്നത് മാൻ ഇൻ ദ മിറർ ഒക്കെ കേട്ടോ. അപ്പോൾ എനിക്കറിയാം. അതായത് ഞങ്ങൾ സ്കൂളിൽ, ഞാനിപ്പോൾ ഹൈസ്കൂൾ SH പഠിക്കണം, ഞങ്ങളുടെ ഒരു മ്യൂസിക് സർക്കിൾ, ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഇവരൊക്കെ ഞങ്ങളൊക്കെ ഇതുപോലെ പാട്ടിൻ്റെ ലിറിക്സ് ഇതൊക്കെ എല്ലാം ഇങ്ങനെ എന്താ പറയുക, ഇത്തിരി ആഴത്തിൽ ശ്രദ്ധിച്ച് ഇങ്ങനെ പഠിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഈ മാൻ ഇൻ ദ മിറർ എന്ന് പറഞ്ഞ പാട്ട് അറിയാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാഡ് എന്ന് പറഞ്ഞ 1987 ഇറങ്ങിയ ബാഡിലെ പാട്ടല്ലേ മാൻ ഇൻ ദ മിറർ എന്ന്. അപ്പോൾ പുള്ളി അന്ന് അതിൻ്റെ ലിറിക്സിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാൻ ഇൻ ദ മിറർ എന്ന് പറയുമ്പോൾ അതിൽ മൈക്കിൾ ജാക്സൺ പറയുന്നത് എല്ലാവരും ഈ ലോകം നന്നാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആദ്യം നമ്മൾ I am talking to the man in the mirror and I am asking him to change his ways. അപ്പം ഞാൻ ഈ കണ്ണാടിയിലുള്ള ആളോട് തന്നെ, അതായത് നമ്മളോട് തന്നെയാണ് സ്വയം സംസാരിക്കണേ, എന്നോട് തന്നെ, അതായത് കണ്ണാടിയിലുള്ള ആളോടാണ് സ്വയം, അതായത് നമ്മളോട് തന്നെ സ്വയം നന്നാവാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. എന്നാലേ ചുറ്റുമുള്ളവർ മാറുള്ളൂ. ഇങ്ങനെ ഒരു ആശയവും പിന്നെ മാനവികതയെ പറ്റിയുള്ള കുറേ മൂല്യങ്ങളൊക്കെയാണ് അതിൽ പറയണതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി ഫ്ലാറ്റായി ശരിക്കും പറയാം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ കമ്പനി ആയപ്പോഴാണ് പുള്ളി ഇങ്ങനെ പറയണേ. പുള്ളിക്ക് അന്ന് 55 വയസ്സ് സംതിങ് ഉണ്ടായി. അപ്പോൾ പുള്ളി ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെയാണ്, എന്നാലും ഭയങ്കര ഇൻട്രസ്റ്റോടെയാണ് കളരിയൊക്കെ പഠിച്ചിരുന്നത്. പുള്ളി പറയാണ്, മൈക്കിൾ ജാക്സന്റെ ഡേഞ്ചറസ് ടൂർ ലണ്ടനിൽ വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്നപ്പോൾ പുള്ളി മൈക്കിൾ ജാക്സനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഡേഞ്ചറസ് ടൂർ 91 ഡേഞ്ചറസ് ആൽബം ആണ്. 92 മൈക്കിൾ ജാക്സന്റെ വേൾഡ് ടൂർ, ഈ ഡേഞ്ചറസ് ടൂറായിട്ട് മൈക്കിൾ ജാക്സൺ ലോകം മൊത്തം ഇങ്ങനെ കൺസേർട്ടുകളായിട്ട് സഞ്ചരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലണ്ടനിൽ വെംബ്ലി സ്റ്റേഡിയത്തിൽ യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോസ് ഉണ്ട്. ഡേഞ്ചറസ് ടൂർ വെംബ്ലി എന്ന് അടിച്ചാൽ മതി. അപ്പോൾ അത് ആ ഷോ പുള്ളിക്ക് അതായത് അതും ഭയങ്കര ക്രൗഡാണ്, ഭയങ്കര തിരക്കാണല്ലോ, ജനസാഗരമാണ്. അതിൻ്റെ മുമ്പിൽ മൈക്കിൾ ജാക്സൺ അടുത്ത് കാണാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മൈക്കിൾ ജാക്സനെ നേരിട്ട് കണ്ട കാര്യങ്ങളൊക്കെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞവർക്കുണ്ട്. ഭയങ്കര ഒരു മാജിക്കലായിട്ടുള്ള കുറേ അനുഭവങ്ങളായിരുന്നു. അപ്പം പുള്ളി പറയുമ്പോൾ നമുക്ക് ആ ഫീല് ശരിക്കും കിട്ടി. അതായത് പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത് ഞെട്ടിപ്പോയി. മൈക്കിൾ ജാക്സൺ നേരിട്ട് കണ്ടല്ലേ. പുള്ളിക്ക് അന്ന് ഇപ്പോൾ പുള്ളി ചെറുപ്പമായിരുന്നു, എനിക്ക് തോന്നുന്നു അന്ന് 30 സംതിങ് വയസ്സ് കാണണം, ഉറപ്പില്ല.
അപ്പം മൈക്കിൾ ജാക്സന്റെ കൺസേർട്ട് മൈക്കിൾ ജാക്സൺ ഇങ്ങനെ സ്റ്റേജിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്ത് ഇങ്ങനെ വരും. എന്നിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ അനങ്ങാണ്ട് വെക്കും, തീപ്പൊരിയൊക്കെ ചുറ്റും തെറിക്കും. പിന്നെ ഓരോ പാട്ടുകളായിട്ട് ഇങ്ങനെ തുടങ്ങണതാണ്, ജാം അല്ലെങ്കിൽ ഡേഞ്ചറസ് ഉള്ള പാട്ടുകൾ, പിന്നെ ബില്ലി ജീൻ. പിന്നെ അപ്പോൾ അത് ഈ ത്രൂ ഔട്ട് ഈ കൺസേർട്ട് നടക്കുമ്പോൾ ഒരു ഭയങ്കര ഇയാള് റേഡിയേറ്റ് ചെയ്യണ ഒരു ഊർജ്ജമുണ്ട്, ഇയാൾ റേഡിയേറ്റ് ചെയ്യണ ഒരു എനർജി, ഇതിങ്ങനെ ആളുകളിലേക്ക് ഇങ്ങനെ പ്രവഹിക്കണേ. അപ്പം അതാണ് ഈ ഇപ്പം ട്രാൻസ് സിനിമയിലൊക്കെ അല്ലെങ്കിൽ ഭക്തിയുടെ ഉന്മാദത്തിലും നമുക്ക് ഈ ആരാധന ഇതൊക്കെ തോന്നുമ്പോഴാണ് ഇപ്പം പള്ളിയിലും ഇങ്ങനത്തെ ചില ദൈവികമായുള്ള അനുഭവങ്ങളൊക്കെ കിട്ടുന്നതും ഈ മ്യൂസിക് ഇതായിട്ട് കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, ഭയങ്കര ഒരു ഓറ പുള്ളിയുടെ. അപ്പം ഇതുപോലെ 100 കണക്കിന് സ്ത്രീകളും ആളുകളൊക്കെ ഇങ്ങനെ ബോധം കെട്ട് വീഴേണ്ടിയിരിക്കും. ബോധം കെട്ട് വീഴുമ്പോൾ ആൾക്കാർ ഇവരെ ആംബുലൻസ് എടുത്തുകൊണ്ട് പോകണതും പുള്ളി ഇപ്പം മൈക്കിൾ ജാക്സന്റെ വേറെ ഇപ്പോഴുള്ള മ്യൂസീഷ്യൻസിനൊക്കെ ആണെങ്കിലും പുള്ളിക്ക് ശേഷം ഒരു മാർക്ക് വന്നിട്ടുള്ളത്. അതായത് പുള്ളി എന്ത് പാടിയാലും ഇമോഷൻ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും, പുള്ളിയുടെ ആ ചേഷ്ടകൾ ഇതൊക്കെ. അപ്പം ഇതൊക്കെ നേരിട്ട് കണ്ട അനുഭവം പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര അന്ന് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ജെയിംസ് ബോണ്ടിനെ പറ്റിയൊക്കെ സംസാരിച്ചു, സിനിമകളെ പറ്റി സംസാരിച്ചപ്പോൾ, അതായത് ജെയിംസ് ബോണ്ട് ഒരു ബ്രിട്ടീഷ് ഏജന്റ് ആണല്ലോ. അപ്പം ലണ്ടനിലെ ഈ MI6 എന്നുള്ള രഹസ്യാന്വേഷണ ഏജൻസിയൊക്കെ അധികം കാണിക്കണ്ട. പിന്നെ ഞങ്ങൾ അതായി സംസാരം. അപ്പം എൻ്റെ അന്നത്തെ സംശയങ്ങളാണ്, അതായത് MI6 ഒക്കെ ശരിക്കും ഉണ്ടോ, അതെങ്ങനെയാണ്, അത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. പിന്നെ പുള്ളി ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഇത് ഇവിടുത്തെ എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് പറയുമ്പോൾ പുള്ളിക്ക് നമ്മുടെ ഇവിടുത്തെ നമ്മളൊട്ടും വിചാരിക്കാത്തതായിരിക്കും പുള്ളി പറഞ്ഞത്. അതായത് നമ്മുടെ ഇവിടെ മണ്ണില്ലേ, റോഡിൻ്റെ മണ്ണ് കാണുമല്ലോ, അപ്പം ഇതിങ്ങനെ ഗോൾഡൻ കളറിൽ കാണാൻ നല്ല രസമുണ്ട്. അതായത് ഞങ്ങളുടെ അവിടെ കറുത്ത കളറിലെ മണ്ണാണ്. പിന്നെ അഫ്കോഴ്സ് നമ്മുടെ സിവിക് സെൻസ് ഇല്ലാത്ത കാര്യങ്ങൾ, ട്രാഫിക്, നമ്മൾ സ്ഥിരം പറയണ പരാതികൾ, വേസ്റ്റൊക്കെ ഇങ്ങനെ ഇടുന്നതും എല്ലാം, അതൊക്കെ അന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം ഞാൻ പുസ്തകം എഴുതിയപ്പോൾ കുറേയൊക്കെ യാത്ര റിലേറ്റഡ്, പിന്നെ ഹിച്ച് ഹൈക്കിങ്, പുള്ളി ഒരു ട്രാവലർ ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കഥയിൽ അത് എഴുതണേ. അപ്പം ഈ ഒരു കാര്യങ്ങൾ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായില്ല. അപ്പോൾ എനിക്കിങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഓർത്തപ്പോൾ എനിക്കിതൊക്കെ നിങ്ങളോട് പറയണമെന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കളരിയിൽ വന്ന സകല പ്രമുഖരായുള്ള പല ആളുകളുടെ ഫോട്ടോസും ഒക്കെ എൻ്റെ ഒപ്പം ഉണ്ടായി. ന്യൂസിലൻഡിൽ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആങ്കറുണ്ട്, നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ ഒരു മെയിൻ പുള്ളിയാണ്, ഫിൽ ക്യൂഗൻ. പുള്ളിയുടെ ഒപ്പം ഉള്ള ഫോട്ടോ വരെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞങ്ങൾ ഇത്ര കമ്പനിയായ ഈ ഗാരി സാഹിബിൻ്റെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കാൻ എനിക്കന്ന് പറ്റിയില്ല, എന്തോ അന്ന് ഓർത്തില്ല. പുള്ളി എൻ്റെ അനിയനൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായിരുന്നു, ജസ്റ്റ് കമ്പനി ആയിട്ടുണ്ട്. പിന്നെ പുള്ളി ഭയങ്കര ഒരു എല്ലാമേ എനിക്ക് തോന്നിയിട്ടുണ്ട്, പുതിയ ഫോറിനേഴ്സ് ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചൊക്കെ ഇരുന്നു സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പുള്ളിക്ക് കളരിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ. പിന്നെ പുള്ളിയുടെ ചില തമാശകളും മണ്ടത്തരങ്ങളും ഇതൊക്കെ ഞങ്ങളെല്ലാവരും കളരിയിലുള്ളവരൊക്കെ എൻജോയ് ചെയ്തിട്ടും ചിരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് യാത്രയൊക്കെ പറഞ്ഞാണ് പുള്ളി പോയത്. പിന്നെ അതിനുശേഷം എനിക്ക് പുള്ളിയായിട്ട് ഒരു കോൺടാക്ട് ഉണ്ടായിരുന്നു. പുള്ളിയുടെ നമ്പറോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ സെർച്ചൊക്കെ ചെയ്ത് നോക്കി. പിന്നെ ആശാനോട് ഞാൻ ചോദിച്ചിട്ടില്ല, ഞങ്ങളുടെ കളരിയുടെ ആശാൻ്റെ അടുത്ത് വെച്ചാൽ ചിലപ്പോൾ കിട്ടും. എങ്കിലും ഞാൻ പിന്നെ അന്വേഷിച്ചൊന്നുമില്ല. എങ്കിലും പുള്ളി ഒരു നല്ല ഓർമ്മയായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ കിടക്കുന്നുണ്ട്. സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ പുസ്തകം ഇപ്പോഴും അവൈലബിൾ ആണ്, പുതിയതായിട്ട്. ഇതിൽ എഡ്വിൻ എന്നാണ് എൻ്റെ പേര്, ഞാൻ എഴുതിയേക്കണം, എൻ്റെ തൂലികയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി പറയണമെന്ന് ആഗ്രഹിക്കുന്ന കഥകൾ ഇനി മറ്റൊരു വീഡിയോ ഇട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.